അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. ബന്ധനം കേട്ടിട്ടുണ്ടോ? ബന്ധനം കേട്ടിട്ടുണ്ടോ? എന്താ ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബന്ധനം. ഇങ്ങോട്ട് നോക്കിക്കേ, നല്ല കാഴ്ചശക്തി ഉണ്ടല്ലോ അല്ലേ? കണ്ണാടി ഉള്ളവരധികം പേരില്ല, കണ്ണടയുള്ളവരധികം പേരില്ല, എല്ലാവർക്കും നല്ല കാഴ്ചശക്തിയുണ്ട്. ഈ കാഴ്ചയല്ല വചനം ഉദ്ദേശിക്കുന്നത്. ഏത് കാഴ്ചയാ? നമ്മൾ ഒരു മനുഷ്യനെ മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയുടെ പുറമേയുള്ള നടപ്പും വസ്ത്രധാരണവും അവരുടെ വണ്ടിയും വീടും കണ്ട് വിലയിരുത്തണ്ട, മറിച്ച് ആ വ്യക്തിയുടെ ഉള്ളു പഠിക്കാൻ ശ്രമിക്കണം. ബൈബിൾ എടുക്കുക, എന്നിട്ട് അത് തുറന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 18. വളരെ പരിചിതമായൊരു വചനമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ദൈവം ഒരു സമ്മാനമായിട്ട് ഈ വചനം നൽകുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഇത് കർത്താവ് നിനക്ക് വേണ്ടി നൽകുന്ന ഒരു സമ്മാന വചനമാണ്, ഒരു ഗിഫ്റ്റാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു സമ്മാന വചനമാണ്. അതുകൊണ്ട് ആ വചനം ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വചനമാണ്. നമുക്ക് ഈ വചനം ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരുടെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈശോ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ മണ്ണിലേക്ക് കാല് ചവിട്ടിക്കൊണ്ട് ഈശോ പറഞ്ഞ ആദ്യത്തെ കാര്യം ഇതാണ്. ഈശോ തൻ്റെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തൻ്റെ നയപ്രഖ്യാപനം പോലെ ഈശോ ആദ്യം പറഞ്ഞ സെന്റൻസ് ആണ് ഇപ്പോൾ വായിച്ചത്. വചനം പറയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, നല്ല ഒച്ചത്തിൽ നിവർന്നിരുന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പറഞ്ഞേ, പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പറഞ്ഞേ, പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു നല്ല സൂത്ര പരിപാടിയാണ്. എന്താണെന്നറിയാവോ? ഇപ്പൊ പറഞ്ഞ ഈ വചനം ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ സ്വയം പറയണം. എന്തിനാ ഇങ്ങനെ പറയണമെന്നറിയോ? ഇങ്ങനെ പറയുന്നതനുസരിച്ച് നമ്മളെ പീഡിപ്പിക്കുന്ന തിന്മ വിട്ടുപോകും. നമ്മളെ ദുരാത്മാവ് പലതരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിക്കും, പല രീതികളിൽ. ഇപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്വയം പറയണം, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ഇങ്ങനെ നമ്മൾ പറയുന്നതനുസരിച്ച് രോഗസൗഖ്യം, ശാരീരികമായിട്ടുള്ള മേഖലകളിൽ വിടുതൽ, അതോടൊപ്പം തന്നെ സ്പെഷ്യലായിട്ടുള്ള ഡെലിവറൻസും നമുക്ക് കിട്ടും. എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പറഞ്ഞേ, അപ്പൊ ഈശോ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ മണ്ണിലേക്ക് കാല് ചവിട്ടിയിട്ട് ഈ ലോകത്തോട് വിളിച്ചു പറയാണ്, എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പറഞ്ഞ് നിർത്തുക മാത്രമല്ല, നെക്സ്റ്റ് സെന്റൻസ് എന്താണെന്നറിയാവോ? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. അടുത്തത് എന്താണ്? ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അനോയിന്റിങ്, അഭിഷേകം. പറഞ്ഞേ, അഭിഷേകം. പറഞ്ഞേ, അഭിഷേകം. വാ തുറന്നു പറ, അഭിഷേകം. അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്.
നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആത്മീയ കൃപയാണ് അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈശോ പറയാണ്, എൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. ഈ പരിശുദ്ധാത്മാവെന്നതെ അഭിഷേകത്തിൽ നിറഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ അഭിഷേകം? ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ. ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നത്, അഭിഷേകം ലഭിക്കുന്നത് ആ വ്യക്തിയുടെ കൊച്ചു സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ആ വ്യക്തിയിലൂടെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നിനക്ക് പരിശുദ്ധാത്മാവ്? സുവിശേഷം പ്രസംഗിക്കാനാണ്, സുവിശേഷം ജീവിക്കാനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്നവരോടൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. പറഞ്ഞു കൊടുത്തേ, നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തി ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? സുവിശേഷം പ്രസംഗിക്കണം. അപ്പൊ അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേ, നീ സുവിശേഷം പ്രസംഗിക്കണം. നീ സുവിശേഷം പ്രസംഗിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ത് പ്രസംഗിക്കണം? വചനം പറയണം, വചനം ജീവിക്കണം, വചനം പറയണം, വചനം ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേ ഇനി ശ്രദ്ധിച്ചേ, ഇങ്ങനെ പരിശുദ്ധാത്മാവുള്ള വ്യക്തി വചനം പറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. ഒന്നും കൂടെ വായിച്ചേ, 4-ാം അധ്യായം 18-ാം തിരുവചനം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു. അടുത്തത് എന്താണ്? ബന്ധിതർക്ക് മോചനം, അന്തർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. 3 കാര്യങ്ങൾ. നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുത്തേ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തെ കാര്യം എന്താണ്? ബന്ധിതർക്ക് മോചനം. ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ കാര്യം ബന്ധിതർക്ക് മോചനം. ബന്ധനം കേട്ടിട്ടുണ്ടോ? ബന്ധനം കേട്ടിട്ടുണ്ടോ? എന്താ ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബന്ധനം, ബന്ധനം എന്ന് പറഞ്ഞാൽ ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥ. ഉദാഹരണത്തിന്, പറമ്പിൽ കൂടെ ഒരു പശു ഓടി നടക്കുന്നു. ഈ ഓടി നടക്കുന്ന പശുവിനെ പിടിച്ച് ഒരു കയറെ കെട്ടി ഒരു തെങ്ങിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പശു ആ തെങ്ങിന് ചുറ്റും മാത്രമേ നടക്കുകയുള്ളൂ. അതിന് വേറെ എങ്ങോട്ടും പോകാൻ സ്വാതന്ത്ര്യമില്ല. അത് കെട്ടപ്പെട്ട ഒരവസ്ഥയിലാണ്, ബന്ധിക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ചില ബന്ധനങ്ങൾ ഉണ്ട്. ഇപ്പൊ ചിലർ ചിന്തിക്കും, എന്നെ ആരും കെട്ടിയിട്ടിട്ടില്ലല്ലോ, അല്ലേ? കസേരയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, എന്നെ ആരും കെട്ടിയിട്ടിട്ടില്ലല്ലോ, ഞാൻ ഇവിടെ സ്വതന്ത്രമായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതേ, ഉദ്ദേശിക്കുന്നത് ശരീരത്തിൽ കെട്ടിയിരിക്കുന്ന കയറല്ല, മറിച്ച് നിന്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ നിന്നെ കെട്ടിയിട്ടിരിക്കുന്നു. ഉള്ളിലാണത്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ചേ. എല്ലാവരും വലതുകരം നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചേ. നിന്റെ ഉള്ളിലുള്ള ഈ ബന്ധനങ്ങളിൽ കർത്താവ് ഒരു സ്വാതന്ത്ര്യം നൽകാൻ ആഗ്രഹിക്കുകയാണ്. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ബന്ധനം. രണ്ടാമത്തെ എന്താണ്? അന്തർക്ക് കാഴ്ച. ഇങ്ങോട്ട് നോക്കിക്കേ, നല്ല കാഴ്ചശക്തി ഉണ്ടല്ലോ, അല്ലേ? കണ്ണാടി ഉള്ളവരധികം പേരില്ല, കണ്ണടയുള്ളവരധികം പേരില്ല, എല്ലാവർക്കും നല്ല കാഴ്ചശക്തിയുണ്ട്. ദേ, ഈ കാഴ്ചയല്ല വചനം ഉദ്ദേശിക്കുന്നത്. ഏത് കാഴ്ചയാ? അകത്ത് സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്, ആത്മീയ അന്ധകാരം. അത് ഉള്ളിലാണ്, ആത്മീയ അന്ധകാരം. അടുത്തത് പറയുന്നു, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥ, അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ലെന്നേ, ഒരു കുഴപ്പമില്ല, ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു അനുഭവം ഇല്ല. പക്ഷെ ഇത് ഉള്ളിലാണ്, നമ്മുടെ ഉള്ളിലാണ്. പുറമേ കാണുന്നതല്ല നമ്മുടെ ഒറിജിനൽ അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറമേയുള്ളതിനേക്കാളും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഇന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. അഭിഷേകം ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയുടെ ശുശ്രൂഷ മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്
പുറത്തല്ല, അകത്തെ കാര്യങ്ങളെക്കുറിച്ചാണ്. അകത്തെ കാര്യങ്ങളെക്കുറിച്ചൊരു ശ്രദ്ധ വേണം. കാരണം എന്താണെന്നറിയാവോ? ഈ അകത്തുള്ളതനുസരിച്ചാണ് നമ്മുടെ പ്രവർത്തനം. മലയാളത്തിൽ പറയും മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് അകത്തുള്ള വികാരങ്ങളും അകത്തുള്ള കാര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്. ഇല്ലേ? ശരീരം പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഭാര്യ മുഖം വീർപ്പിച്ചിരിക്കുന്നു. മുഖം വീർപ്പിച്ചിരിക്കുന്നു. ഉടനെ തന്നെ ഭർത്താവിന് എന്തു മനസ്സിലാവണം? ഭാര്യ കടന്നൽ കുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ആണോ? അല്ല, ഭാര്യയുടെ ഉള്ളിലെന്തോ കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാണ് ഈ മുഖം വീർപ്പിച്ചിരിക്കുന്നത്. ആ കാര്യം അറിയണം. അതിലാണ് നിന്റെ വിജയം ഇരിക്കുന്നത്. മനസ്സിനെ പഠിക്കണം. നിന്റെ കൂടെയുള്ള വ്യക്തികളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയണം. പുറം നോക്കി നമ്മൾ വിധിക്കരുത്. പലപ്പോഴും നമ്മൾ ഒരാളെ വിധിക്കുന്നത് പുറമേ കണ്ടിട്ടാണ്. ഒരാളുടെ നടപ്പും ചിരിയും വർത്തമാനവും കാണുമ്പോൾ അയ്യോ എന്നാ രസമാണല്ലേ, എന്ത് രസമാണ്. കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു ഇടവകപ്പള്ളി ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ ഇടവകയിലുണ്ടല്ലോ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ആത്മഹത്യ നടന്നച്ചാ. അച്ഛനും വായിച്ചിട്ടുണ്ടാവും, പത്രത്തിലൊക്കെ വന്ന് വാർത്തയൊക്കെ ആയിരുന്നു. അച്ഛാ അയ്യോ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നില്ല. ചോദിച്ചു വന്നപ്പോഴത്തേക്കൊരു ഭാര്യയും ഭർത്താവും. ഇവരാ ഇടവകയിലെ മാതൃകാ ദമ്പതികളെന്നാണ് വികാരിയച്ഛൻ പറഞ്ഞത്. അച്ഛാ എല്ലാ ദിവസവും അവർ ബൈക്കിലാണ് പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത്. രണ്ടുപേരും കൂടെ ബൈക്കേലിരുന്ന് വരുന്ന വരവ് കണ്ടാൽ അച്ഛാ നാട്ടുകാർക്ക് കുശുമ്പ് തോന്നും. അയ്യോ എന്ന വരവാണെന്നറിയോ അച്ഛാ. ഇവിടത്തെയുള്ള എല്ലാ പ്രവർത്തികളിലും അവർ വളരെ ആക്റ്റീവാണ്. മതപരമായ കാര്യങ്ങൾ മാത്രമല്ല, ഈ പ്രദേശത്തുള്ള സാംസ്കാരികമായ കാര്യങ്ങളിലൊക്കെ ഹസ്ബൻഡും വൈഫും വളരെ ആക്റ്റീവാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമേ അവരെ കണ്ടിട്ടുള്ളൂ. അവരുടെ നടപ്പ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാത്തവർക്ക് പോലെ അസൂയ തോന്നും. കാരണം കല്യാണം കഴിക്കാൻ കൊതി തോന്നും. അതുപോലെയാണ് ചക്കരയും അടയും പോലെയാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. അച്ഛാ അവർ ആത്മഹത്യ ചെയ്തച്ഛാ. ഞാൻ ചോദിച്ചു എന്താ കാരണം? അച്ഛാ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് പുറത്താരോടും പറഞ്ഞില്ല. അവർ ഈ ചിരിച്ചു നടന്നപ്പോഴും അവർ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴും സത്യത്തിൽ അവർ വലിയ തീക്കകത്തായിരുന്നു. പുറത്തു പറഞ്ഞില്ല. അച്ഛാ അവരുടെ ഉള്ളിലെ അപമാനഭാരം സഹിക്കാനവത് വന്നിട്ട് അവർ ആത്മഹത്യ ചെയ്തു. ദേ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നമ്മൾ ഒരു മനുഷ്യനെ മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയുടെ പുറമേയുള്ള നടപ്പും വസ്ത്രധാരണവും അവരുടെ വണ്ടിയും വീടും കണ്ട് വിലയിരുത്തണ്ട. മറിച്ച് ആ വ്യക്തിയുടെ ഉള്ളു പഠിക്കാൻ ശ്രമിക്കണം. ആ വ്യക്തിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. വളരെ പ്രത്യേകിച്ച് കുടുംബങ്ങൾ ജീവിക്കുന്നവരെ ഭാര്യമാര് ഭർത്താവിൻ്റെ ഉള്ളറിയാൻ ശ്രമിക്കണം. അതേന്ന് അങ്ങനെയാണെങ്കിൽ എന്തോരം പ്രശ്നങ്ങൾ തീരുമെന്നറിയോ? നാളുകൾക്ക് മുമ്പ് ഇവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നൊരു ഭർത്താവ് മദ്യപാനിയാണ്. ഭാര്യയുടെ പരാതിയാണ്, അച്ഛാ കുടിയനാണ് കുടിയൻ. പറഞ്ഞ് ഞാൻ മടുത്തച്ഛാ. ഞാൻ ചോദിച്ചു ഈ സഹോദരിയോട്, ഭർത്താവിനോട് സംസാരിക്കാറുണ്ടോ? എന്നാ സംസാരിക്കാനാ? ഈ കുടിച്ചു വരുന്ന ഈ മനുഷ്യനോട് എന്നാ സംസാരിക്കാനാ? ഞാൻ മടുത്തു. ഞാൻ ഈ ഭർത്താവിനെ കുറച്ച് ദിവസം ഈ ധ്യാന മന്ദിരത്തിൽ ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നിർത്തി. അദ്ദേഹം അത്യാവശ്യം നോർമൽ സ്റ്റേജിലൊക്കെ എത്തിയപ്പോൾ ഞാൻ സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കുറേ സങ്കടങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ചെറുപ്പത്തിൽ അപ്പൻ മരിച്ചുപോയി. അപ്പൻ്റെ മരണം ഇദ്ദേഹത്തെ താങ്ങാൻ പറ്റിയില്ല. വിഷം കഴിച്ചാണ് അപ്പൻ മരിച്ചത്. ആ മരണത്തോടുകൂടി വല്ലാത്ത ഭാരം ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വന്നു. ചെറുപ്പത്തിൽ തന്നെ ഒറ്റപ്പെട്ട അവസ്ഥ. ഇദ്ദേഹം എൻ്റെ മുമ്പിൽ ഇരുന്ന് പറയാം, അച്ഛാ ഞാൻ മദ്യപാനം ആരംഭിച്ചത് ആ ഒറ്റപ്പെടലിൽ നിന്നും എൻ്റെ അപ്പൻ്റെ മരണം എന്നിൽ ഏൽപ്പിച്ച വിഷമത്തിൽ നിന്നൊക്കെ മറികടക്കാനാണ്. പക്ഷേ അതാരും ഇന്നേ വരെ എന്നോട് ചോദിച്ചിട്ടില്ല. അച്ഛനാണ് ആദ്യമായിട്ട് എന്നോട് ചോദിക്കുന്നത്. അച്ഛാ എന്നെ ഭാര്യ കുറ്റപ്പെടുത്തും, എൻ്റെ മറ്റുള്ളവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തും. അച്ഛാ എൻ്റെ ഉള്ളിലുള്ള വിഷമം ഒരു മനുഷ്യനും മനസ്സിലാവുന്നില്ല.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മദ്യപാനം മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾക്കൊക്കെ അടിമകളായിട്ടുള്ള വ്യക്തികളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള അവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവരുടെ ഉള്ളിലുള്ള അവസ്ഥ വചനം പഠിപ്പിക്കുന്നു. തടവുകാർക്ക്, തടവിൽ കഴിയുന്നവർക്ക് സ്വാതന്ത്ര്യം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിതരായിട്ടുള്ളവർക്ക് സ്വാതന്ത്ര്യം, അന്ധരായിട്ടുള്ളവർക്ക് കാഴ്ച. പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ദിവസത്തെ വലിയ സമ്മാനമാണിത്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ. ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ദീപികാരുണ്യ പ്രദക്ഷിണ ശുശ്രൂഷ. നമ്മൾ അതിനു വേണ്ടി ഒന്ന് ഒരുങ്ങുവാണേ. ദീപികാരുണ്യ പ്രദക്ഷിണ ശുശ്രൂഷ പ്രത്യേകമായിട്ട് ഈ ദീപികാരുണ്യ പ്രദക്ഷിണ ശുശ്രൂഷയ്ക്ക് മുമ്പ് നമ്മൾ നമ്മുടെ കുടുംബത്തെ നമുക്ക് പരിശുദ്ധ അൽത്താരയിൽ സമർപ്പിച്ച് കുടുംബ പ്രതിഷ്ഠ ജപം ചെല്ലാം കേട്ടല്ലോ. എന്നിട്ട് അതിനുശേഷമാണ് നമ്മൾ ദീപികാരുണ്യ പ്രദക്ഷിണം ചൊല്ലുന്നത്. അപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ സാധിക്കുന്നവർ മുട്ടുകുത്തുക. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ചൊല്ലുന്ന വലിയ കുടുംബ പ്രാർത്ഥനയല്ലേ. പ്രത്യേകമായിട്ട് ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ്, ജൂൺ മാസത്തെ ആദ്യ വെള്ളിയാണ്, തിരുഹൃദയ മാസമാണ്. യെസ്, തിരുഹൃദയ മാസം. നിങ്ങളൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. സാധിക്കുന്നവർ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഒച്ചത്തിൽ പ്രാർത്ഥിച്ചോണം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കുവാൻ ഇടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിൽ എത്തുന്നതുവരെ ശാരീരികവും ആത്മീകവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും മാറി ഔസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരങ്ങൾ കൂപ്പി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദീപികാരുണ്യ പ്രദക്ഷിണ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. കർത്താവെ, പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ദൂരങ്ങളിലുള്ളവരെ നമ്മളൊന്ന് ഓർത്തോളൂ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിക്കാനോ ജോലിക്കൊക്കെ ദൂരങ്ങളിൽ പോയിട്ടുള്ളവരുണ്ട്, അവരെ ഒന്ന് ഓർത്തോളൂ. കർത്താവെ, ഈ ആരാധനയുടെ അവസാന നിമിഷങ്ങളിൽ പ്രത്യേകിച്ച് ദീപികാരുണ്യ പ്രദക്ഷിണ ശുശ്രൂഷ സമയത്ത് കർത്താവെ, അവരിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങളെ ഈ ദിവസങ്ങളിൽ ആരെങ്കിലും വിഷമിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ ആരെങ്കിലും വിഷമിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ച്. കർത്താവ് പ്രത്യേകമായിട്ട് ചിലരൊക്കെ അങ്ങനെ ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ നൽകുവാണ്. ചില സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ വലിയ വിഷമമുള്ളവരുണ്ട്, പ്രാർത്ഥിച്ചോളൂ. കർത്താവെ, അങ്ങ് ഇടപെടണമേ. ആ വലിയ പ്രാർത്ഥനയോടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് തുടർന്ന് ഗായക സംഘത്തോടൊപ്പം നമുക്ക് പാടി പ്രാർത്ഥിക്കണം. നമുക്ക് നടുവേൽ ഒരു വഴിയുണ്ട്. നിൽക്കുന്ന ദൈവജനം രണ്ട് വശത്ത് നിൽക്കുന്നവർ നടുവിലേക്കുള്ള വഴിയിലേക്കും തിരിഞ്ഞു നിൽക്കുക. ഈ സമയത്ത് ദീപികാരുണ്യ പ്രദക്ഷിണ ശുശ്രൂഷയിൽ ഈശോ നമ്മുടെ മധ്യത്തിലൂടെ കടന്നു വരുമ്പോൾ വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചോണേ കേട്ടല്ലോ. വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചോണം. പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങൾ ദൂരങ്ങളിലുള്ളവർ, അതോടൊപ്പം തന്നെ വീടുകളിലെ കിടപ്പ് രോഗികൾ, മാനസിക ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ, പേര് പറഞ്ഞ് വ്യക്തികളുടെ മുഖം മനസ്സിൽ കണ്ട് ഈ ദീപികാരുണ്യനാഥൻ്റെ ഈ ആശീർവാദ പ്രാർത്ഥനയിൽ പങ്കുചേരുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. പ്രത്യേകമായിട്ട് ഈ നിമിഷം കർത്താവെ, കാണപ്പെടുന്ന ഒരടയാളം, ഒരത്ഭുതം എനിക്കുണ്ടാവണമേ. ആഗ്രഹത്തോടെ നമുക്ക് ഒരുമിച്ച് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദീപിക
ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ശക്തിയോട് കൈകളടിച്ച് പാടി ഈശോ ആരാധിക്കാം. ഏറ്റവും സ്നേഹത്തോടെ ഈശോ സ്വീകരിക്കാം. കൈകൾ കൊട്ടി ആരാധന ആരാധന രാജാധിരാജന ആരാധന 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 യാക്കോബിൻ വല്ലഭന് ആരാധന. ഏറ്റുപാടാം. ആരാധന ആരാധന രാജാധിരാജന ആരാധന 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 യാക്കോബിൻ വല്ലഭന് ആരാധന. ഉറക്കെ അവൻ ആരാധിപ്പാൻ യോഗ്യൻ എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ അത്ഭുതത്തിൻ ദൈവം ധീരനാം ദൈവം. ശക്തിയോടെ അവൻ വീടുവിപ്പാൻ ശക്തൻ ആരാധിപ്പാൻ യോഗ്യൻ എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ അത്ഭുതത്തിൻ ദൈവം ധീരനാം ദൈവം. കൊട്ടാം. ശക്തിയോടെ കരങ്ങളുയർത്തി അഭിഷേകത്തോടെ ശക്തിയോടെ കൈകളടിക്കാം. അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, സർവ്വ ആരാധനക്ക് യോഗ്യനായ ദൈവം ഇതാ നമ്മോടൊപ്പം നമ്മുടെ മധ്യത്തിലൂടെ സഞ്ചരിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ മുമ്പിലേക്ക് കരഘോഷത്തോടെ ആരാധനയോടെ അവിടുത്തെ ആരാധിച്ച് സ്തുതി സ്തോത്രങ്ങളോടെ നമുക്ക് ആരാധിക്കാം, പാടി പുകഴ്ത്താം. സന്തോഷത്തോടെ കരമടിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ കരമടിച്ച് ചെങ്കടൽ പിളർന്നുയർന്നു വഴി നടത്തും ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്ന നൽകിയിടും സൈന്യത്തിൻ നായകന് ആരാധന. ചെങ്കടൽ പിളർന്നുയർന്നു വഴി നടത്തും ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്ന നൽകിയിടും സൈന്യത്തിൻ നായകന് ആരാധന.
മേഘത്തൂണ തണലായി കാവലായി നടത്തിയിടും നാഥൻ ആരാധന 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 രാജാധിരാജൻ ആരാധന 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 യാക്കോബിൻ വല്ലഭൻ ആരാധന കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനേ, ആരാധന, യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, പരിശുദ്ധാത്മാവേ, ആരാധന. ഈശോയെ, ഈശോയെ, ഈശോയെ. ഈശോയെ, 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 ഈശോയെ. ഈശോയെ, ഈശോയെ, ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി ശക്തിയോടെ കൈകളടിക്കുക. കരങ്ങൾ താഴ്ത്തി കരയുന്ന കാക്കയ്ക്ക് ഭക്ഷണം നൽകും ഏലിയാവിൻ ദൈവത്തിനാരാധന പറവയ്ക്ക് പാറയായി ഇറങ്ങി വന്ന് മാറാത്ത ദൈവത്തിനാരാധന കരയുന്ന കാക്കയ്ക്ക് ഭക്ഷണം നൽകും ഏലിയാവിൻ ദൈവത്തിനാരാധന പറവയ്ക്ക് പാറയായി ഇറങ്ങി വന്ന് മാറാത്ത ദൈവത്തിനാരാധന മനവനായിറങ്ങും കരം പിടിച്ചുയർത്തും ജീവനുള്ള ദൈവത്തിനാരാധന ശക്തിയോടെ സന്തോഷത്തോടെ ആരാധന ആരാധന രാജാധിരാജന ആരാധന 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 യാക്കോബിൻ വല്ലഭൻ ആരാധന 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 രാജാധിരാജന ആരാധന 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 യാക്കോബിൻ വല്ലഭൻ ആരാധന അവൻ വീടുവിപ്പശക്തൻ ആരാധിപ്പാൻ യോഗ്യൻ എന്നേക്കും വാഴും പരമോന്നതൻ അവൻ സർവശക്തനാകും രാജാധിരാജൻ അത്ഭുതത്തിൻ ദൈവം അവൻ വീടുവിപ്പശക്തൻ ആരാധിപ്പാൻ യോഗ്യൻ എന്നേക്കും വാഴും പരമോന്നതൻ അവൻ സർവശക്തനാകും രാജാധിരാജൻ അത്ഭുതത്തിൻ ദൈവം ധീരന ദൈവം അവൻ വീടുവിപ്പശക്തൻ ആരാധിപ്പാൻ യോഗ്യൻ എന്നേക്കും വാഴും പരമോന്നതൻ അവൻ സർവശക്തനാകും രാജാധിരാജൻ അത്ഭുതത്തിൻ ദൈവം ധീരന Hallelujah.